ഗണപതി, ഓ ആ ഫോൺ എടുത്തേ. ഓ വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജരെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലടോ ഇതടിക്കണേ. ഹലോ. ഓ ഓ ഓ ആ വീട്ടിൽ നിന്ന് അമ്മച്ചിയാ. കാർത്തിയാനിയാ? ആ അതിനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് ഉണക്ക അയലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്ക ചെമ്മീനും കൂടി വേണോ അമ്മച്ചി? വെക്കാ ഫോൺ അവിടെ. 10 മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യവും മറ്റാണോ? ഹലോ. ആ വരണം വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്, കൈ കൊടുക്ക്. കൺഗ്രാജുലേഷൻസ്. ഇരുന്നു. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ KS പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ? എനിക്ക് അത് മനസ്സിലായി. ഈ ഭരണഘടന മാറ്റി. അങ്ങനെ ചെയ്യാതെ. ഹലോ. ആ ബോംബെ എന്നാ. കട്ടായി. മഹേന്ദ്ര എന്നാ. ഒന്ന് നോക്കി. ഓക്കെ സാർ. ആ ഏതായാലും സമയം എത്രയായില്ലേ? നമുക്ക് ക്ലബിൽ പോയി 2 എണ്ണം വീശാം. വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയല ആരാ? അമ്മച്ചി. എടി നരകോന്തേ, നിന്നെ പച്ചത്തറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കണില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ടേണ്ടല്ലോ. പിന്നെ നീ നീർന്നു നടക്കില്ല. ആരാ? ഒരു കസ്റ്റമറാ അല്ലടോ. ഈശയുണ്ട്, കാശുണ്ട്, മീശയുണ്ട്, വാശിയുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. മണി തൊലച്ചു. എന്തു പറ്റി? എല്ലാം കുഴഞ്ഞു നാശമാവും. കാര്യം പറ. അഡ്വക്കേറ്റ് KS പിള്ളയെ കാണാൻ വേണ്ടി അമ്മ വരുന്നുണ്ടെന്ന്. വന്നോട്ടെ, അതിനെന്താ? പിള്ളയുടെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് വാങ്ങിയ 10,000 രൂപ കൊടുത്ത എല്ലാ കടകളും വീട്ടിയത്. യഥാർത്ഥ വിവരങ്ങൾ അറിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് വണ്ടി കയറ്റിയത് തന്നെ. നമ്മുടെ ഗാനങ്ങളൊക്കെ നിന്ന് പോടാ. നിന്ന് പോകാതിരിക്കാനുള്ള വഴിയാ നോക്കേണ്ടത്. ഒന്ന് ചുമ്മാ ഇരേ. താനെന്തിനാ കള്ളമൊക്കെ പറയാൻ പോയത്? ഇനി എല്ലാം തുറന്നു പറയാമല്ലോ. എന്റെ അമ്മാവന് ഭ്രാന്താണ് സർ. കുടുംബത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു അസുഖമാണ്. അമ്മാവനും അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? അമ്മാവന് അസുഖം അല്പം കുറഞ്ഞിരിക്കുന്ന സമയമായത്. പിന്നെ എന്നെ ഒരു അഡ്വക്കേറ്റായി കാണണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ LLB പാസ്സായിട്ടില്ലെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ആ ഷോക്കിൽ പുള്ളിയുടെ ഭ്രാന്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് അമ്മാവനോട് പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ ഇപ്പൊ വരും. സാർ അമ്മാവനൊരു ഷോക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലാത്ത നേരത്താ തന്റെ ഒരു. പ്ലീസ് സർ, അങ്ങനെ പറയരുത്. ഒരു ഭ്രാന്തനോട് അല്പം കൂടി ദയ കാണിക്കണം സർ. ശരി, താനൊരു കലാകാരനായി പോയില്ലേ? താങ്ക് യു സർ. അമ്മ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. വിളിച്ചോണ്ട് വരൂ. ഞാനും ആരോടും പറയരുത്. പിള്ള സാറിന് കേസിന് പറ്റിയ പോയിന്റുകൾ എടുത്തിട്ട് കൊടുക്കും നമ്മുടെ വേണമല്ലേ? അത് പിന്നെ അങ്ങനെ വരൂ. അവനെന്റെ അനുഗ്രഹമല്ലേ. അമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ പിടിക്കാതെ? ഒരു ബലത്തിന് ബഹുമാനത്തിന്. എന്റെ കൈ വിടറാ, ഞാൻ പിടിച്ചോളാം. വിട്. രൂപയൊക്കെ കിട്ടിയില്ലേ? കൊടുത്തയച്ച രൂപ കിട്ടിയില്ലേ? ഈ ഏത് രൂപ? കൈക്കൂലി 10,000 രൂപ. 10,000 രൂപ കിട്ടി. എന്റെ അനന്തരവനായോട് പറയുന്നല്ല, ഇവൻ മിടുക്കനാ. ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പാസ്സായിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ 2216. സാറ് നോക്കിക്കോ, ഇവന്റെ സഹായം ഉണ്ടെങ്കിൽ സാറിന് എല്ലാ കേസുകളും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഇനി രൂപ വല്ലതും വേണ്ടി വരുമോ? ഒരു 5,000 രൂപ ഇവിടെ തരണം. അയ്യോ, തൽക്കാലം 2,000 രൂപ എന്റെ കയ്യിലുള്ളൂ. ബാക്കി വേണൂരെ കൊടുത്തേക്കാം. എനിക്ക് 2-3 കക്ഷികളെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ല. അയ്യോ സാർ, ആ കാശ് ഏത് കാശ്? അമ്മാവൻ തന്ന 2000 രൂപ ദാ ഇരിക്കുന്നു. കേസില്ലെങ്കിൽ 1000 രൂപ ഇങ്ങോട്ട് തരണം. കേട്ട പ്രാന്തന്മാരൊക്കെ ആഫീസിൽ വിളിച്ചിട്ട് വന്നിട്ട് ബ്ലഡി ഫൂൾ. ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ആ LLB അങ്ങ് എഴുതി എടുത്താ പോരെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ? ലക്ഷ്മിക്ക് അറിയോ, ഡിഗ്രി ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അപ്പോഴേക്കും എന്റെ മനസ്സ് മ്യൂസിക് ട്രൂപ്പിലായി. ആ എന്നെങ്കിലും ഞാൻ ഈ LLB എഴുതി എടുക്കും. എന്നിട്ട് അഡ്വക്കേറ്റ് കം സിംഗർ എന്ന് പേരെടുക്കും അല്ലേ? വണ്ടിയുടെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് ബക്കറേ? കണ്ടീഷനാ മുതലാളി. അതെ, തീർത്ഥാടകരെയും കൊണ്ട് 4000 കിലോമീറ്റർ പോകാനുള്ളതാ. എന്റെ ട്രാൻസ്പോർട്ട് സർവീസിന് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത്. ഇല്ല മുതലാളി, താൻ പാടും. ആ ബക്കർ പോയിക്കോ. ഗണപതി എവിടെ? അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ഏ അയാൾക്ക് തലവേദനയാണ് സാർ. ആ വേണു ഗായകനാണല്ലേ? പാടും. നോ നോ, പാടും എന്നല്ല, നന്നായി പാടും എന്ന് പറയണം. അല്ലടാ പൂട്ട. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. പുകഴ്ത്തുകയാണെന്ന് കരുതരുത്, മനോഹരമായിരുന്നു. താങ്ക് യു സാർ. ബൈ ദ ബൈ, എന്റെ മകൻ ലക്ഷ്മിയുമായി നിങ്ങൾ സ്നേഹത്തിലാണല്ലേ? അത് ആ മടിക്കാതെ പറയൂ കുട്ടി. ഞാനൊരു പിന്തിരിപ്പനല്ല. നിങ്ങളുടെയൊക്കെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. പറയൂ, സ്നേഹത്തിലാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഗുഡ്. വേണുവിന് എന്തുകൊണ്ടും ലക്ഷ്മിയെ സ്നേഹിക്കാം. ഒരു കലാകാരനെ എന്റെ മകൾ ഭർത്താവായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. അല്ലടാ അപ്പുകുട്ട? അതെ, അതെ. ഇനി ഞാൻ ഞങ്ങളെ ഇങ്ങനെ ഇപ്പൊ കിട്ടൂട്ടോ നിനക്ക്? നിനക്ക് എന്റെ മോളെ കിട്ടിയുള്ളൂ അല്ലേ? എന്റെ സാമ്പത്തിക ചുറ്റുപാട് എന്താണെന്ന് നിനക്കറിയോ? ഈ സമൂഹത്തിലെ വെയിറ്റ് എന്താണെന്ന് അറിയോ? ഇതൊക്കെ പോട്ടെ, നിനക്ക് എന്തെങ്കിലും അറിയണം പട്ടി? അതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇവൻ ലക്ഷ്മി കുഞ്ഞിന് കൈവശം കൊടുത്ത് മയക്കെടുത്തത്. നിനക്ക് എത്ര ആവശ്യമാണ്? അനാവശ്യം പറയരുത്. സത്യമായിട്ടും സ്വത്തോ സമ്പത്തോ ഒന്നും മോഹിച്ചല്ല ഞാൻ ലക്ഷ്മിയെ. സാർ, കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അവസാനം നാഷണൽ പെർമിറ്റ് കിട്ടി. ഈ ഗായകൻ എന്താ ഇവിടെ? ഈ തെമ്മാടി അഡ്വക്കേറ്റ് അറിയോ? പിന്നെ അറിയോന്നു? കൊള്ളാം. എന്താ പ്രശ്നം? ഇവൻ സാറിന്റെ മോളെ പ്രേമിക്കാൻ നടക്കുക. ഏ? ഇങ്ങ് വന്നേ. പരമ്പരാഗതമായി തലക്ക് അസുഖമുള്ള പാർട്ടിയാ. പിന്നെ അമ്മാവന് മുഴുവൻ പറഞ്ഞു വിടുന്നതല്ലോ. മതി മതി, ഒന്നും പറയണ്ട. മിണ്ടരുത്. മേലാൽ നീ എന്റെ മകളെ കാണാൻ ശ്രമിച്ചാൽ ബസ് കയറ്റി കൊല്ലും ഞാൻ. അപ്പൂട്ടാ, ഈ വൃത്തികെട്ടവനെ പിടിച്ച് പുറത്താക്ക്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഇറങ്ങി പോടാ. പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സാർ. അത്രയ്ക്ക് അഹങ്കാരം ഇല്ലേ നിനക്ക്? പോട്ടെന്നേ ഒരു തവണത്തേക്ക്. ഒരക്ഷരം മിണ്ടി പോരുത്. ഇന്നത്തോടെ കോടതി പോക്ക് അവസാനിപ്പിക്കും. ഇനി ഇവിടെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയി എന്നറിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൊല്ലും. എന്തിനാടി നിന്ന് ചെണിങ്ങനെ? തള്ളയുടെ ഗുണല്ലേ കാണിക്കുള്ളൂ. വാ മോളെ. ഓ എന്റെ ഈശ്വര, ഇവളെ നല്ലൊരു ചെറുക്കിന് കെട്ടിച്ചു കൊടുക്കുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ലേ ഗണപതി? താൻ എന്തെങ്കിലും ഒന്ന് പറ. എനിക്കൊരു ഐഡിയ തോന്നുന്നു സാർ. നമ്മുടെ സഹദേവ മുതലാളിയുടെ മകനെ ആലോചിച്ചാലോ? പയ്യൻ BA കാരന്, ആവശ്യത്തിലധികം സ്വത്ത്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും എല്ലാം ഒരു ഗ്രൂപ്പിന്റെ കീഴിലാവും. എന്താ ആലോചിച്ചൂടെ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ് സാറിന്റെ കാൽച്ചൂട്ടിലാകുക എന്ന് വെച്ചാൽ അതിന് സഹദേവ സമ്മതിക്കോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ പോരെ? എന്റെ ഈശ്വര, ഇതൊന്നും നടന്നു കിട്ടിയാ മതി. എന്നാലും മുതലാളി, ലക്ഷ്മി കുഞ്ഞിന്റെ സമ്മതം കൂടി ഒന്ന് അറിയണ്ടേ? ഷട്ട് യുവർ മൗത്ത്. കണ്ടോ സാർ, ഇതാണ് കണ്ട അലവലാദികൾക്കൊക്കെ വീട്ടിനകത്ത് സ്ഥാനം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടാ? ഞാൻ സാറിനോട് പറഞ്ഞേ. പൂട്ടാ, താൻ എത്രയും വേഗം സഹദേവനെ ചെന്ന് കാണണം. ഓക്കെ.
ഞാൻ വിളിച്ച ഏത് നിമിഷം ഇറങ്ങി വരാമെന്നാ ലക്ഷ്മി എഴുതിയിരിക്കുന്നത്. കത്തിലെ വിവരം തന്താങ്ങനെ പറഞ്ഞാൽ എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. എടോ ഗണപതി, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയപ്പോ എന്റെ മുഖം തന്നെ കണി കണ്ടത്. എന്താ അതിന്റെ ലക്ഷണം? മനസ്സിന് സന്തോഷം തരുന്ന നല്ല വാർത്തകൾ കേൾക്കും, അതാ അതിന്റെ ലക്ഷണം. സമാധാനായി. എന്റെ മനസ്സിന് ഇപ്പൊ നല്ല കുളിർമയുണ്ട്. മുതലാളി 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 എല്ലാം തകർന്ന് തരിപ്പണമായി മുതലാളി. എന്താ എന്താ? ഇതാ ഒരു കത്ത്. ഗണപതി വാങ്ങി വായിച്ചു നോക്ക്. സ്നേഹമുള്ള ലക്ഷ്മിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി ഒളിച്ചോടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇന്ന് രാത്രി 10 മണിക്ക് ദേവീക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിൽ ഞാൻ കാത്തു നിൽക്കും. ലക്ഷ്മി വരണം. ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. സ്നേഹപൂർവം വേണുഗോപാൽ 1000 ചുംബനങ്ങൾ. ഈ കത്ത് ലക്ഷ്മി കണ്ട? ഇല്ല. ഭാഗ്യം. ഞാൻ ഗാനമേളക്കാരുടെ സ്വന്തം ആളാണെന്നാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എഴുത്ത് എന്റെ തന്നെ തന്നു വിട്ടത്. നന്നായി. ഇന്നത്തോടെ വേണുവിന്റെ ഇടപാട് തീർക്കണം. ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് മുതലാളി. മിണ്ടരുത്. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. സാറ് ധൈര്യമായിട്ടിരിക്കണം. ഗണപതി സാർ വളരെ ലൈറ്റ് ആയിട്ടേ താങ്ങാവൂ. ചിലപ്പോ ഹെവി ആയി പോവും. അവന്റെ കഷ്ടകാലം. ലൈറ്റ് ആയിട്ടൊന്നും വേണ്ട മരപ്പട്ടി. നിന്റെ പെങ്ങളുടെ ഭർത്താവൊന്നുമില്ലല്ലോ അവൻ. നല്ല ഹെവി ആയിട്ട് താങ്ങിക്കോ. വരണത് വരട്ടെ. ഈ നരകള്